ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ കരിയിലകളൊക്കെ കാണത്തില്ലേ? ഈ കരിയിലകൾ ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ കാണുമോ? ഒന്ന് ആലോചിച്ചേ. ഇല്ലല്ലോ. പകരം അവിടെ എന്തോ ഒരു കറുത്ത മണ്ണല്ലേ കാണുന്നത്. എന്ന് വെച്ചാൽ ഈ കരിയിലേക്ക് എന്തോ സംഭവിച്ചു. ഈ വലിയ ഓർഗാനിക് മാറ്ററായ കരിയിലേക്ക് എന്തോ സംഭവിച്ചു. എന്തായിരിക്കും സംഭവിച്ചത്? നമുക്കിന്ന് അതിനെപ്പറ്റി നോക്കിയാലോ. ഇന്ന് ആ കരിയിലേക്ക് പറ്റിയത് നമ്മൾ നോക്കുകയാണ്. അതിന് സംഭവിച്ചതാണ് ഡീകമ്പോസിഷൻ. അപ്പോൾ എന്താണ് ഡീകമ്പോസിഷൻ? ഡീകമ്പോസിഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഡീകമ്പോസേഴ്സ് ബ്രേക്ക് ഡൗൺ കോംപ്ലക്സ് ഓർഗാനിക് മാറ്റർ ഇൻറ്റു ഇനോർഗാനിക് മെറ്റീരിയൽസ് ലൈക്ക് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്. ഇതാണ് ബേസിക്കലി ഡീകമ്പോസിഷൻ. അപ്പം ഈ ഡീകമ്പോസിഷനെ പറ്റി നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കിയാലോ. നമുക്ക് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളെ പറ്റി നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടിന്ന് പഠിക്കാം. What is decomposition? It is the process by which the decomposers break down complex organic matter into inorganic substance like carbon dioxide, water and nutrients. സിമ്പിളായി പറഞ്ഞ വലിയ ഓർഗാനിക് മാറ്ററിനെ കഷ്ണം കഷ്ണമായി മുറിച്ച് സിമ്പിൾ മെറ്റീരിയൽസ് ആക്കി മാറ്റുന്ന പരിപാടിയാണ് ഡീകമ്പോസിഷൻ. സിമ്പിൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ന്യൂട്രിയൻസ് എന്ന പോലുള്ള സിമ്പിൾ മെറ്റീരിയൽസ്. ഈ പരിപാടി ചെയ്യുന്നതാരാ? ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഡീകമ്പോസിഷൻ എന്ന പ്രോസസ്സ് നടത്തുന്ന ആൾക്കാരുടെ പേരാണ് ഡീകമ്പോസേഴ്സ്. ഇതിന് എക്സാമ്പിൾ ആരൊക്കെ ആയിരിക്കും? ബാക്ടീരിയ, ഫംഗൈ, പ്രോട്ടോസോവ, എർത്ത് വേംസ്, ഇങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഡീകമ്പോസിഷൻ അണ്ടറിലുണ്ട്. ഇനി ഡീകമ്പോസിഷൻ നടത്താൻ ഒരു റോ മെറ്റീരിയൽ വേണ്ടേ? എന്തെങ്കിലും ഒരു മെറ്റീരിയലിനകത്തല്ലേ ഡീകമ്പോസിഷൻ നടത്താൻ പറ്റൂ. ആ റോ മെറ്റീരിയലിൻ്റെ പേരാണ് ഡെട്രിറ്റസ്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ കൊഴിഞ്ഞു വീണ ഇലകൾ, പൂക്കൾ, ഇപ്പോൾ മരിച്ചു പോയ മൃഗങ്ങളുടെ അവശിഷ്ടം, അങ്ങനെ ഇഷ്ടംപോലെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡെട്രിറ്റീസ് നമ്മുടെ ചുറ്റിലും അവൈലബിൾ ആണ്. ഇതിനെല്ലാം ഡീകമ്പോസിഷൻ ചെയ്യും. ഇനി പലവിധമായ സ്റ്റെപ്സ് ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഡീകമ്പോസിഷൻ. ആ സ്റ്റെപ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രധാനമായും 5 സ്റ്റെപ്സാണ് ഡീകമ്പോസിഷന് ഉള്ളത്. 1 ഫ്രാഗ്മെൻറ്റേഷൻ, 2 ലീച്ചിങ്, 3 കാറ്റബോളിസം, 4 ഹ്യൂമിഫിക്കേഷൻ, 5 മിനറലൈസേഷൻ. ഇനി ഇതിൽ ഓരോന്നും എന്താണ് എന്ന് നോക്കാം. ആദ്യമായി ഫ്രാഗ്മെൻറ്റേഷൻ. ഇലകൾ, ചത്ത മൃഗങ്ങൾ പോലുള്ള വലിയ ഓർഗാനിക് മാറ്ററിനെ ചെറിയ ചെറിയ കഷ്ണമാക്കുന്ന പ്രവർത്തനത്തെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. പല മൃഗങ്ങളുടെയും കീടങ്ങളുടെയും മണ്ണിര പോലുള്ള ജീവികളുടെ പരിശ്രമ ഫലമായിട്ടാണ് ഇത് നടക്കുന്നത്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി അടുത്തതായി ലീച്ചിങ്. വാട്ടർ സോലുബിളായ ന്യൂട്രിയൻസ് മഴവെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് മണ്ണിലേക്ക് പോകുന്ന പ്രക്രിയയാണ് ലീച്ചിങ്. ഇങ്ങനെ മണ്ണിലേക്ക് പോകുന്ന ഈ ന്യൂട്രിയൻസ് പിന്നീട് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു. അടുത്തതായി കാറ്റബോളിസം. ഇത് ഒരു പ്രധാന സ്റ്റെപ്പ് തന്നെയാണ്. ഡീകമ്പോസിഷൻ്റെ ഒരു പ്രധാന സ്റ്റെപ്പാണ് കാറ്റബോളിസം. മേജർ ഡീകമ്പോസേഴ്സ് ആയ ബാക്ടീരിയ, ഫംഗസ് പോലുള്ള ജീവികൾ വിവിധ എൻസൈമുകൾ യൂസ് ചെയ്ത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് പോലുള്ള കോംപ്ലക്സ് ഓർഗാനിക് മാറ്ററിനെ സിമ്പിൾ വൺസ് ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് കാറ്റബോളിസം. ഇത് ഡീകമ്പോസിഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പാണ്. ഇനിയുള്ളത് ഹ്യൂമിഫിക്കേഷൻ. ഇപ്പോൾ പാർഷ്യലി ഡീകമ്പോസ്ഡ് ആയ ഡെട്രിറ്റസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൽ ഇഷ്ടം പോലെ ഓർഗാനിക് മാറ്റർ ബാക്കിയുണ്ട്. ഇതിനെ മൈക്രോ ഓർഗാനിസംസ് വിവിധ രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഡാർക്കും കുറച്ച് സ്പോഞ്ചിയുമായിട്ടുള്ള ഹ്യൂമസ് എന്ന മെറ്റീരിയലാക്കി മാറ്റുന്നു. ഹ്യൂമസിന് വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റിയും ന്യൂട്രിയൻ കണ്ടൻറ്റും വളരെ കൂടുതലാണ്. ഇത് മണ്ണിൻ്റെ പോഷക ഗുണത്തെ വർദ്ധിപ്പിക്കുന്നു. ഇനി ഡീകമ്പോസിഷൻ്റെ അവസാന സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിൻ്റെ പേരാണ് മിനറലൈസേഷൻ. ഹ്യൂമസിൽ ബാക്കിയുള്ള ഓർഗാനിക് മാറ്ററിനെ മൈക്രോ ഓർഗാനിസംസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം പോലുള്ള സിമ്പിൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആക്കി മാറ്റുന്നു. ഇതിനെ പിന്നീട് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുകയും അതിൻ്റെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള 5 സ്റ്റെപ്സാണ് ഡീകമ്പോസിഷൻ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ?
നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളെ പറ്റി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവരും അടുത്ത ക്ലാസ്സും കാണുമല്ലോ അല്ലേ?